Hi viewers, welcome to Bosco Campus Vision. I am Grishma TJ, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 15th lecture of Management Concepts and Thought. In this lecture, we are discussing about the value chain analysis. Another contribution of Michael Porter to management is value chain analysis. Value chain analysis attempt to measure how each activity in the chain of an organization's activities is creating value. By measuring value creation by each activity, an organization can take suitable actions to optimize its value creation. ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ആക്ടിവിറ്റീസിൽ ഏതാണോ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്, ഓരോ ആക്ടിവിറ്റിയുടെയും വാല്യൂ ക്രിയേഷനെ മെഷർ ചെയ്യാൻ വേണ്ടി ഓർഗനൈസേഷൻ സ്യൂട്ടബിൾ ആക്ഷൻസ് ഒക്കെ എടുക്കാറുണ്ട്. Then what are the requirements of value chain analysis? A successful value chain management has 6 main requirements. Then what are the requirements of value chain analysis? A successful value chain management has 6 main requirements. First one, coordination and collaboration. There must be coordination and collaboration amongst all members of the value chain. Members identify things that customers value as important. Value chain partners share and analyze information through open communication. എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് വാല്യൂ ചെയിൻ അനാലിസിസിനുള്ളതെന്നാണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വൺ കോർഡിനേഷൻ ആൻഡ് കൊളാബറേഷൻ ആണ്. വാല്യൂ ചെയിനിൽ എല്ലാ മെമ്പേഴ്സും തമ്മിലൊരു കോർഡിനേഷനും കൊളാബറേഷനും ഉണ്ടായിരിക്കണം. കസ്റ്റമറാണ് ഓർഗനൈസേഷനിലെ ഇമ്പോർട്ടൻ്റ് തിങ് എന്ന് മെമ്പേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. വാല്യൂ ചെയിൻ പാർട്ട്നേഴ്സ് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ അവരുടെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ റിക്വയർമെൻറ്റിൽ പറയുന്നു മെമ്പേഴ്സ് തമ്മിൽ കോർഡിനേഷനും കൊളാബറേഷനും ഉണ്ടായിരിക്കണം. അനദർ റിക്വയർമെൻറ്റ് ഈസ് ടെക്നോളജി ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻ എ സക്സസ്ഫുൾ വാല്യൂ ചെയിൻ മാനേജ്മെൻറ്റ്, സിഗ്നിഫിക്കൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി. It requires a system that links all organizational activities, work planning and scheduling software, customer relationship management system, e-business connections with trading network partners, etc. Investment in information technology is used to restructure the value chain to serve the customers. ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് വാല്യൂ ചെയിൻ മാനേജ്മെൻറ്റിൽ. എങ്ങനെയെന്നാൽ അതിനൊരു സിസ്റ്റം ആവശ്യമാണ് ഓർഗനൈസേഷനിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും ലിങ്ക് ചെയ്യാൻ, വർക്ക് പ്ലാനിങ് നടത്താൻ, സോഫ്റ്റ്വെയറിനെ ഷെഡ്യൂൾ ചെയ്യാൻ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിനൊരു സിസ്റ്റം ആവശ്യമാണ്, ഈ ബിസിനസ് കണക്ഷൻസ് വിത്ത് ട്രേഡിംഗ് നെറ്റ്വർക്ക് പാർട്ട്നേഴ്സ്, ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളവരായിട്ട് ഈ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടൊരു സിസ്റ്റം ആവശ്യമായിട്ട് ഉണ്ട്. അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമായിട്ട് വരും. ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ച് വാല്യൂ ചെയിനെ റീസ്ട്രക്ചർ ചെയ്തുകൊണ്ട് നമ്മൾ കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഓർഗനൈസേഷണൽ പ്രോസസ്സസ്. എ സക്സസ്ഫുൾ വാല്യൂ ചെയിൻ മാനേജ്മെൻറ്റ് റിക്വയേഴ്സ് റാഡിക്കൽ ചേഞ്ചസ് ഇൻ ദ ഓർഗനൈസേഷണൽ പ്രോസസ്. ദാറ്റ് ഈസ് the way work is done. Managers evaluate organizational processes and use their capabilities and resources to eliminate non-value adding activities and determine areas where value is to be added. The aim of evaluating organizational process is improvement in customer services, etc. in every organizational task. ഒരു സക്സസ്ഫുൾ വാല്യൂ ചെയിൻ മാനേജ്മെൻറ്റിന് ആവശ്യം വർക്ക് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഓർഗനൈസേഷണൽ പ്രോസസ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ആ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തു തീർക്കാം. മാനേജേഴ്സ്
ഓർഗനൈസേഷണൽ പ്രോസസ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാൽ അവരുടെ കേപ്പബിലിറ്റീസും റിസോഴ്സസും ഉപയോഗിച്ചുകൊണ്ട് നോൺ വാല്യൂ ആഡിങ് ആക്ടിവിറ്റീസിനെ ഒഴിവാക്കുകയും ഏതാണോ വാല്യൂ ആഡഡ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നതാണ് ഒരു മാനേജറുടെ ഓർഗനൈസേഷണൽ പ്രോസസ്സിലുള്ള ഇവാലുവേഷൻ. ഓർഗനൈസേഷണൽ പ്രോസസ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് കസ്റ്റമർ സർവീസിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് ഓരോ ടാസ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലീഡർഷിപ്പ്. സക്സസ്ഫുൾ വാല്യൂ ചെയിൻ മാനേജ്മെൻറ്റ് റിക്വയേഴ്സ് സ്ട്രോങ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ലീഡർഷിപ്പ്. Managers at each level should support, facilitate, and promote value chain management practices. They should clarify every employee's role in the value chain. സക്സസ്ഫുൾ വാല്യൂ ചെയിൻ മാനേജ്മെൻറ്റിൽ ഒരു സ്ട്രോങ്ങും കമ്മിറ്റ്മെൻറ്റും ഉള്ളൊരു ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം. 3 ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ഉണ്ട്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. ആ 3 ലെവലിലുള്ള മാനേജേഴ്സും സപ്പോർട്ട് ചെയ്യുകയും ഫെസിലിറ്റേറ്റ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യണം. എന്തിനാണ്? വാല്യൂ ചെയിൻ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ്. എന്തൊക്കെയാണോ ഒരു വാല്യൂ ചെയിൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ആ പ്രാക്ടീസസിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുക, ഫെസിലിറ്റേറ്റ് ചെയ്യുക ആൻഡ് പ്രൊമോട്ട് ചെയ്യുക. കൂടാതെ എംപ്ലോയീസിന് വാല്യൂ ചെയിനിലുള്ള റോൾ എന്താണ് എന്ന് അവരെ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കേണ്ടതും ഈ മാനേജേഴ്സ് തന്നെയാണ്. ലീഡർഷിപ്പും ഒരു ഇമ്പോർട്ടൻറ്റ് റിക്വയർമെൻ്റ് ആണ് വാല്യൂ ചെയിൻ മാനേജ്മെൻറ്റിൽ. നെക്സ്റ്റ് റിക്വയർമെൻറ്റ് ഈസ് എംപ്ലോയി ഓർ ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സസ്, ദാറ്റ് ഈസ് എംപ്ലോയീസ്, ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് വാല്യൂ ചെയിൻ മാനേജ്മെൻറ്റ്. വാല്യൂ ചെയിൻ മാനേജ്മെൻറ്റിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഹ്യൂമൻ റിസോഴ്സ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ്, ഓർഗനൈസേഷനെ സംബന്ധിച്ച് എംപ്ലോയീസ് ആണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഫോർ എ സക്സസ്ഫുൾ വാല്യൂ ചെയിൻ മാനേജ്മെൻറ്റ് ദർ ആർ 3 ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെൻറ്റ്സ്. സക്സസ്ഫുൾ വാല്യൂ ചെയിൻ മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള 3 ഹ്യൂമൻ റിക്വയർമെൻറ്റ്സ് ആണുള്ളത്. അത് ഏതൊക്കെയാണ് നമ്മൾ താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ, ഫ്ലെക്സിബിലിറ്റി ഓഫ് ജോബ് ഡിസൈൻ. എംപ്ലോയീസ് പെർഫോം ജോബ്സ് that provide value to customers. Jobs should be flexible to the creation and delivery of customer value. Employees should perform jobs that maximize customer value. First important requirement of human resource is flexibility of job design. Employees perform ചെയ്യുന്ന ജോബ്സ് കസ്റ്റമേഴ്സിന് വാല്യൂ കൊടുക്കുന്നതായിരിക്കണം. കസ്റ്റമറുടെ വാല്യൂവിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനും അതിൻ്റെ ഡെലിവറി ചെയ്യുന്നതിനും നമ്മുടെ എംപ്ലോയീസിൻ്റെ ജോബ് എപ്പോഴും അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കണം. കസ്റ്റമറുടെ വാല്യൂ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം എംപ്ലോയീസ് അവരുടെ ജോലി പെർഫോം ചെയ്യേണ്ടത്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഹയറിംഗ് പ്രോസസ്. Flexible jobs require flexible employees. Employees perform different tasks depending on what customer want. There are no standardized job processes. Therefore, employees' ability to perform those jobs must be flexible. The hiring process should identify employees who are able to learn and adapt to changing customers' needs. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ജോബിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനാണ് ആവശ്യം. കസ്റ്റമേഴ്സിന് എന്താണ് ആവശ്യം എന്നതനുസരിച്ചാണ് ഓരോ എംപ്ലോയീസും അവരവരുടെ ടാസ്ക് പെർഫോം ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് ജോബ് പ്രോസസ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എംപ്ലോയീസ് പെർഫോം ചെയ്യുന്ന അവരുടെ ജോബ് ഫ്ലെക്സിബിൾ ആയിരിക്കും. ഹയറിംഗ് പ്രോസസ്സ് എംപ്ലോയീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. കസ്റ്റമേഴ്സ് നീഡിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന, അതിനനുസരിച്ച് അവരെ പഠിക്കാനും അത് അഡ്ജസ്റ്റ് ചെയ്ത് ചേഞ്ചിങ് കസ്റ്റമേഴ്സ് നീഡ്സിനെ അഡാപ്റ്റ് ചെയ്യാനും കഴിവുള്ള എംപ്ലോയീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഹയറിംഗ് പ്രോസസ്സ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഓൺഗോയിങ് ട്രെയിനിങ്. ഇൻ ഓർഡർ ടു ബി flexible, employees should be trained
to use information technology software, improve the flow of materials in the chain, make better decisions, improve work activities, etc. Managers should make significant investment in training to make employees efficient at their jobs. Next point, ongoing training ആണ്. എംപ്ലോയീസിന് എങ്ങനെയാണ് ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യേണ്ടതെന്നുള്ള ട്രെയിനിങ് കൊടുക്കുക. അതുപോലെ തന്നെ ചെയിനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലോ ഓഫ് മെറ്റീരിയൽസിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ള ട്രെയിനിങ് കൊടുക്കുക. മേക്ക് ബെറ്റർ ഡിസിഷൻസ്, എങ്ങനെ ബെറ്റർ ഡിസിഷൻ എടുക്കാമെന്നുള്ള ട്രെയിനിങ് കൊടുക്കുക. ആക്ടിവിറ്റീസ്, വർക്ക് ആക്ടിവിറ്റീസൊക്കെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ള, ഇതൊക്കെ ഒരു എംപ്ലോയിക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കൊടുക്കുന്ന ട്രെയിനിങ് ആണ്. അതുകൊണ്ടാണ് ഓൺ ഗോയിങ് ട്രെയിനിങ് എന്നതിനെ പറയുന്നത്. മാനേജേഴ്സ് അവരുടെ എംപ്ലോയീസിന് ജോബിനോടൊപ്പം തന്നെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുകയാണ് എങ്കിൽ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയിയെ മാനേജേഴ്സിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കൊടുക്കുന്ന ട്രെയിനിങ്ങിനെയാണ് ഓൺ ഗോയിങ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സിൽ 3 റിക്വയർമെൻറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഫ്ലെക്സിബിലിറ്റി ഓഫ് ജോബ് ഡിസൈൻ, ഹയറിംഗ് പ്രോസസ് ആൻഡ് ഓൺ ഗോയിങ് ട്രെയിനിങ്. Next requirement of value chain management is organizational culture and attitudes. A successful value chain management requires a supporting organizational culture and attitudes that include sharing, collaborating, openness, flexibility, mutual respect and trust amongst parties, internal and external to the organization. ഒരു സക്സസ്ഫുൾ വാല്യൂ ചെയിൻ മാനേജ്മെൻറ്റിന് ഓർഗനൈസേഷണൽ കൾച്ചർ ഉണ്ടായിരിക്കണം, ഓർഗനൈസേഷനിലെ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. എങ്ങനെയെന്നാൽ ഷെയറിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. എല്ലാ ഇൻഫർമേഷൻസും ഓർഗനൈസേഷനിലെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. കൊളാബറേറ്റിംഗ് ആയിരിക്കണം, ഓപ്പൺനെസ് ആയിരിക്കണം. ഷെയറിങ് തന്നെയാണ് ഓപ്പൺനെസ്സിൽ പറയുന്നത്. ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം. എപ്പോഴും എന്ത് എൻവയോൺമെൻറ്റിൽ ചേഞ്ചസിനനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷനിലും ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കണം. മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. മാനേജേഴ്സും അതുപോലെ തന്നെ എംപ്ലോയീസും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ലൊരു റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. ട്രസ്റ്റ് എമംഗ്സ് പാർട്ടീസ് തമ്മിൽ ഒരു വിശ്വാസ്യത ഉണ്ടായിരിക്കണം. വിശ്വാസ്യത ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു എഗ്രിമെൻറ്റും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ളതും എക്സ്റ്റേണൽ ആയിട്ടുള്ള എല്ലാ കൾച്ചറും ഒരു ഓർഗനൈസേഷൻ പാലിച്ചിരിക്കണം. നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് മൈക്കിൾ പോർട്ടർ ടു മാനേജ്മെൻറ്റ് ഈസ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് exists when there is a much between the distinctive competencies of an organization and the factors critical to success in its industry. It enables the organization to outperform its competitors. ഒരു ഇൻഡസ്ട്രിയിൽ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസ് തമ്മിലായിരിക്കും കോമ്പീറ്റൻസി ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഒരു സിമൻറ്റ് ഇൻഡസ്ട്രി ആണ് എങ്കിൽ അവിടെ രാംകോ സിമൻ്റ് ഉണ്ട്, ശങ്കർ സിമൻ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓർഗനൈസേഷൻസ് തന്നെ ആ ഇൻഡസ്ട്രിയിലുണ്ട്. അങ്ങനെയുള്ള ഇൻഡസ്ട്രിയിൽ ഒരു സക്സസ് ഒരു ഓർഗനൈസേഷൻ നേടണമെങ്കിൽ അവിടെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ളൊരു കോമ്പീറ്റൻസി നേടിയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെയാണ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മറ്റൊരു ഓർഗനൈസേഷനിൽ മേൽ നമ്മുടെ കോമ്പീറ്റൻസി വിജയം കാണുന്നതിനെയാണ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then the another contribution of Michael Porter to management is diamond model. Diamond model given by Porter explains the factors which shape competitive advantages. These factors are factor condition, demand condition, related and support activity and strategy, structure and rivalry of the firm. ഡയമണ്ട് മോഡലിലൂടെയാണ് പോർട്ടർ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജിനെ ഒരു ഷേപ്പ് കൊണ്ടുവന്നത്. അതിനുവേണ്ടി ഒരുപാട് ഫാക്ടേഴ്സ് ഡയമണ്ട് മോഡലിൽ പീറ്റർ എഫ് ഡ്രക്കർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഫാക്ടേഴ്സാണ് ഫാക്ടർ കണ്ടീഷൻ, ഡിമാൻഡ് കണ്ടീഷൻ, റിലേറ്റഡ് ആൻഡ് സപ്പോർട്ട് ആക്ടിവിറ്റി, സ്ട്രാറ്റജി, സ്ട്രക്ചർ ആൻഡ് റൈവൽറി ഓഫ് ദി ഫേം. ഈ കാര്യങ്ങളെല്ലാം, ഈ ഫാക്ടേഴ്സിനെ എല്ലാം
കൺസിഡർ ചെയ്തുകൊണ്ടാണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിനൊരു ഷേപ്പ് ഡയമണ്ട് മോഡലിൽ പോർട്ടർ കൊണ്ടുവന്നത്. Okay, this is all for today's session. Thank you for listening.